വെൽക്കം ടു പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സൈക്കോളജി 10th ഗ്ലോബൽ എഡിഷൻ എന്ന ബുക്കിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഓതേഴ്സ് എന്ന് പറയുന്നത് എലറ്റ് അറോൺസൺ, തിമോത്തി ഡി വിൽസൺ, റോബിൻ എം അക്കേർട്ട് ആൻഡ് സാമുവൽ ആർ സോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പിയേഴ്സൺ എഡ്യൂക്കേഷനാണ്. 608 പേജസാണ് ഈ ഒരു പുസ്തകത്തിൽ വരുന്നത്. ഈ ഒരു ബുക്കിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഒരു വ്യക്തിയുടെ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയേഴ്സ് ഇതെല്ലാം ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിസർച്ചും എക്സാമ്പിൾസും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ടുള്ള എക്സസൈസും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ലേണിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓതേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ആദ്യത്തെ ഓതറാണ് എലിച്ച് അറോൺസൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയിലെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗറും കൂടിയാണ്. കോഗ്നിറ്റീവ് ഡിസോണൻസ്, അതുപോലെ തന്നെ ജിഗ്സോ ക്ലാസ് റൂം തുടങ്ങിയ വർക്ക്സ് എല്ലാം ഇദ്ദേഹത്തിൻ്റെതാണ്. രണ്ടാമത്തെ ഓതറാണ് തിമോത്തി ഡി വിൽസൺ എന്ന് പറയുന്നത്. സെൽഫ് നോളജ്, ഇമോഷണൽ റെഗുലേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ റിസർച്ചറായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്ട്രേഞ്ചേഴ്സ് ടു അവർ സെൽവ്സ് ഡിസ്കവറിംഗ് ദി അഡാപ്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന പുസ്തകം ഇദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. മൂന്നാമത്തെ ഓതറാണ് റോബിൻ എം അക്കേർട്ട് എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ ബിഹേവിയർ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്റ്റുഡൻസിന് സൈക്കോളജി ആക്സസിബിൾ ആക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് ഇദ്ദേഹമാണ്. നാലാമത്തെ ഓതറാണ് സാമുവൽ ആർ സോമേഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം കൂടുതലായിട്ടും ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനാണ് കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ട് റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ സൈക്കോളജിയെ ലീഗൽ ആൻഡ് കൾച്ചറൽ പേഴ്സ്പെക്റ്റീവായിട്ട് കമ്പൈൻ ചെയ്തതും സാമുവലാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ മേജർ കോണ്ടൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തേതാണ് ഇൻട്രൊഡ്യൂസിങ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി എന്ന ഫീൽഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂവും അതിൻ്റെ സിഗ്നിഫിക്കൻസുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. രണ്ടാമത്തേതാണ് മെത്തഡോളജി. റിസർച്ച് മെത്തേഡ്സ്, എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ഇതെല്ലാം സോഷ്യൽ സൈക്കോളജിയുടെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തേതാണ് സോഷ്യൽ കോഗ്നിഷൻ. സോഷ്യൽ വേൾഡിനെ കുറിച്ച് ഒരു വ്യക്തി എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് തേർഡ് ചാപ്റ്റർ. നാലാമത്തേതാണ് സോഷ്യൽ പെർസെപ്ഷൻ. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. അഞ്ചാമത്തെ ചാപ്റ്ററാണ് ദി സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം എന്നതെല്ലാം സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള ഒരു ചാപ്റ്ററാണ് അഞ്ചാമത്തേത്. ആറാമത്തേതാണ് കോഗ്നിറ്റീവ് ഡിസണൻസ്. ആറ്റിറ്റ്യൂഡ് ചേഞ്ചിലൂടെ സെൽഫ് എസ്റ്റീമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഏഴാമത്തേതാണ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ആറ്റിറ്റ്യൂഡ്സ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. എട്ടാമത്തേതാണ് കൺഫർമിറ്റി ആൻഡ് ഒബീഡിയൻസ്. എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് 8th ചാപ്റ്ററിൽ നോക്കുന്നത്. ഒമ്പതാമത്തെയാണ് ഗ്രൂപ്പ് പ്രോസസ്സ്. ഗ്രൂപ്പ്സിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതിൽ നോക്കുന്നത്. പത്താമത്തേതാണ് അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്സ്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുള്ള ഡൈനാമിക്സ് ആണ് ഇതിൽ നോക്കുന്നത്. 11ാമത്തേതാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ. എന്തുകൊണ്ടാണ് ആളുകൾ മറ്റ് വ്യക്തികളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. 12ാമത്തേതാണ് അഗ്രഷൻ. ഹാംഫുൾ ആയിട്ടുള്ള ബിഹേവിയറിൻ്റെ കോസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. 13ാമത്തേതാണ് പ്രിജുഡൈസ്. എങ്ങനെയാണ് ഒരു വ്യക്തി മുൻവിധിയോടുകൂടി പെരുമാറുന്നത്, റൂട്ട്സ് എന്താണ്, ഇഫക്ട്സ് എന്താണ്, എങ്ങനെയൊക്കെ ഇത് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും
എന്നതാണ് ഈ ഒരു 13th ചാപ്റ്ററിൽ പറയുന്നത്. അടുത്തതായിട്ട് സോഷ്യൽ സൈക്കോളജി ഇൻ ആക്ഷൻ എന്ന കോണ്ടന്റ് നോക്കിയാലോ. SPA1, SPA2 ആൻഡ് SPA3 ഈ 3 കോണ്ടന്റ്സ് ആണ് ഇതിൽ വരുന്നത്. SPA1-ൽ സോഷ്യൽ സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഹാപ്പി ഫ്യൂച്ചർ ഉണ്ടാക്കാം അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച്, സസ്റ്റൈനബിലിറ്റി, വെൽബീയിങ് ഇതിനെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. SPA2-ൽ വരുന്നതാണ് സോഷ്യൽ സൈക്കോളജി ആൻഡ് ഹെൽത്ത്. സ്ട്രെസ്സായിട്ട് എങ്ങനെ കോപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻ്റർവെൻഷൻസിനെ കുറിച്ചിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. SPA3 ആണ് മൂന്നാമത്തേത്. സോഷ്യൽ സൈക്കോളജി ആൻഡ് ലോ ആണ് അതിൽ വരുന്നത്. ഐ വിറ്റ്നസ് ടെസ്റ്റിമോണി, ബയസ്, അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇതെല്ലാമാണ് അതിൽ കവർ ചെയ്യുന്നത്. ഈ ബുക്കിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തേതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. കീ പോയിൻറ്റ്സ് എല്ലാ ചാപ്റ്ററിലും നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. രണ്ടാമത്തേതാണ് ട്രൈഡ് എക്സസൈസസ്. സോഷ്യൽ സൈക്കോളജിയിലെ കോൺസെപ്റ്റ്സ് ഡെയിലി ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നതാണ് ട്രൈഡ് എക്സസൈസസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ട്രെൻഡിങ് ഫീച്ചേഴ്സ്. സോഷ്യൽ സൈക്കോളജി ആക്ഷനിലോട്ട് കൊണ്ടുവരികയാണ് ഇതിൽ ചെയ്യുന്നത്. നാലാമത്തേതാണ് വാട്ട് ഡു യു തിങ്ക് ഫീച്ചേഴ്സ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ എൻഗേജ്മെൻറ്റ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചറാണിത്. 10th എഡിഷനിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തേതാണ് ന്യൂ റിസർച്ച്. റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയിൽ നിന്ന് നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേതാണ് എൻഹാൻസ്ഡ് ഫീച്ചേഴ്സ്. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളും മോഡേൺ ആയിട്ടുള്ള എക്സാമ്പിൾസുമാണ് ഈ ഒരു ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേതാണ് SPA ചാപ്റ്റേഴ്സ്. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആയിട്ട് അപ്ഡേറ്റഡ് ആണ്. അതുപോലെ തന്നെ മൾട്ടിമീഡിയ കോണ്ടന്റും ഇൻവോൾവ് ആണ്. നാലാമത്തേതാണ് എംഫസൈസ് ഓൺ ടെക്നോളജി. സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻസൈറ്റും ഡിജിറ്റൽ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് പറയുന്നത്. ഇനി ഈ ബുക്കിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തേതാണ് കോംപ്രിഹെൻസീവ് കവറേജ്. വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്യുന്നുണ്ട്. മെത്തഡോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ടോപ്പിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേതാണ് ഇൻ്ററാക്റ്റീവ് അപ്രോച്ച്. എക്സസൈസസ്, റിലേറ്റബിൾ എക്സാമ്പിൾസ് ഒക്കെ വഴി സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തേതാണ് അപ്ഡേറ്റഡ് കോണ്ടന്റ്. സോഷ്യൽ സൈക്കോളജിയിലുള്ള ലേറ്റസ്റ്റ് റിസർച്ചിനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് അപ്ഡേറ്റഡ് കോണ്ടന്റ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്ട്രെങ്ത് ആണ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്. എവറിഡേ ലൈഫ്, സൊസൈറ്റൽ ഇഷ്യൂസ് ഇതിൻ്റെ എല്ലാം റിലവൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ബുക്കിൻ്റെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഡെൻസ് മെറ്റീരിയലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് ചില സമയത്ത് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട് ഡ്യൂ ടു ഡീറ്റെയിൽഡ് റിസർച്ച്. ലിമിറ്റഡ് ആയിട്ടുള്ള കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതലായിട്ടും വെസ്റ്റേൺ സെൻട്രിക് ആണ്. കൂടുതലായിട്ടും അക്കാഡമിക്സിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നോൺ അക്കാഡമിക് ആയിട്ടുള്ള കരിയർ അപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള ഡേറ്റ അവൈലബിൾ അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ സൈക്കോളജി 10th ഗ്ലോബൽ എഡിഷൻ എന്ന ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ബുക്കിൻ്റെ റിവ്യൂസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യൂ കേട്ടോ. താങ്ക് യു.